இறங்க. என்ன சார், உங்களுக்கு ஸ்பெஷல் இன்விடேஷனா? இறங்குங்க. நடராஜன் சார். நடராஜன் சார், இவங்கள ரேடியில பிடிச்சதா? இவங்களோட டீட்டெயில்ஸ் எடுத்துக்கோ. சரி சார். ഇങ്ങ് വാപ്പാ. സർ, ഞങ്ങളുടെ കുറച്ച് ഓർത്തഡോക്സ് ഫാമിലിയാണ്. ഞാൻ കൊച്ചിയിലൊരു കമ്പനിയിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡാണ്. ഞാൻ പറയുന്നത്. அப்படியா? എന്നാ നിന്റെ ID കാർഡ് കാണിക്ക്. ഒരു മിനിറ്റ് സർ. നോക്കൂ സർ. ஆமா, இந்த பொண்ணு யாரு? கேக்குறல்ல, இந்த பொண்ணு யாரு? എന്റെ കൊലീഗാണ്. ID കാർഡ്സ് ഹോട്ടൽ റൂമിലാണോ? എന്നാ പോയി എടുത്തുകൊണ്ട് വാ. എന്താ തിങ്ക് ചെയ്യുന്നത്? അറിയാതെ കൊലീഗ് എന്ന് പറഞ്ഞു. ആക്ച്വലി ഷീസ് മൈ ഫ്രണ്ട് സർ. എന്നാ പോലീസുകാരൻ പൈത്യക്കാരൻ മാതിരിക്കുന്നത് കൺഫ്യൂസ് പண்றியா? ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിക്കാം സർ. അവൻ വന്നു കഴിഞ്ഞാൽ സാറിന് സത്യങ്ങളൊക്കെ മനസ്സിലാവും. സർ, നാളെ CI നാട്ടിൽ നിന്നും വരുന്നുണ്ട്. അതുവരേക്കും നിങ്ങൾ ആർക്കും ഫോൺ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് വേണ്ടി ആര് വിളിച്ചാലും എടുക്കാനും പാടില്ല. പുരിയതാ? സർ, എന്റെ ഫ്രണ്ടിന്റെ പേര് മുരളി. അവൻ ആർമിയിലാണ് സർ. ഇപ്പൊ ലീവിൽ വന്നതാ. ടി നഗറിൽ അവനുള്ളത്. സർ, ഒരു പ്രാവശ്യം അവനെ കോൾ ചെയ്ത് സംസാരിക്കാനുള്ള പെർമിഷൻ തരണം സർ. തെറ്റ് നിങ്ങൾ ചെയ്തിട്ട് അവൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതിയോ? അതിനല്ല സർ. നോ ആർഗ്യുമെന്റ്. നിങ്ങളുടെ കയ്യിൽ ഒരു തെളിവ് പോലും ഇല്ലാതെ തെറ്റ് ചെയ്തു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ വലിയൊരു തെറ്റാണ് സർ. ഈ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പോലും വളരെ കഷ്ടോ. ദിസ് ഇസ് നോട്ട് റൈറ്റ് സർ. നിങ്ങൾ കാണിച്ച ധൃതി കാരണം നാളെ സൊസൈറ്റിയിൽ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഞങ്ങളുടെ വിഷമം ഒന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ വെറുതെ വിടണം സർ. Shut up! Don't cross your limit. നാളെ CI സാർ വന്നതിന് ശേഷം എന്ത് പറയാനുണ്ടെങ്കിലും അവിടെ പറഞ്ഞാൽ മതി. അതുവരേക്കും സൈലന്റാ அந்த பெஞ்சில் இருக்கணும். சட்டம் பேசுறியா? நடராஜ், சொல்லுங்க சார். போன் கிட்ட கொடுக்காத. ஓகே சார். நான் மார்னிங் வர்றேன். ஓகே சார். அர்ஜுன் நான் கால் பண்ண. ஓகே சார். அம்மா அங்க உட்காருங்க. அம்மா வாமா உட்காரு. ആവനി, പ്ലീസ്. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയ എന്റെ ജീവിതം ഒറ്റ നിമിഷം കൊണ്ട് പ്രളയം പോലെ മാറിപ്പോയി. ഉള്ള പ്രശ്നങ്ങളൊക്കെ തീർത്ത് പുറത്തു വരാന്ന് വിചാരിച്ച
പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. ഞാൻ കാരണം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരിക. വലിയ കുടുംബവുമായി ബന്ധമുള്ള ആളല്ലേ നിങ്ങള്. ഇങ്ങനത്തെ കാര്യങ്ങൾ നാളെ നിങ്ങളുടെ വീട്ടുകാർക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ എന്റെ കാര്യം മാത്രമല്ല ആലോചിക്കുന്നേ, എനിക്ക് തന്റെ കാര്യത്തിലെ പേടി. ഒരാണിന്റെ കാര്യം 4 ദിവസം കഴിഞ്ഞ ആൾക്കാർ മറന്നോളും. അതൊരു പെൺകുട്ടിയുടെ കാര്യമാണെങ്കിൽ ജീവിതകാലം മുഴുവൻ കാണും. ഇപ്പോഴെങ്കിലും എന്നെ ഇവിടെ വിട്ടേക്ക്. എന്റെ വഴി ഞാൻ കണ്ടെത്തിക്കോളാം. താൻ എന്റെ സ്വന്തം ഫാമിലി ആയിരുന്നെങ്കിൽ, ഐ മീൻ താൻ എന്റെ കുടുംബത്തിലെ അംഗമായിരുന്നുവെങ്കിൽ തന്നെ ഞാൻ വിട്ടിട്ട് പോയിരുന്നോ? വിചാരിക്കാത്ത പലതും നടന്നെന്ന് കരുതി ആപത്തിൽപ്പെട്ടൊരു പെൺകുട്ടിയെ, അത് മാത്രമല്ല ഞാൻ കാരണം പ്രശ്നത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കുക? CI വന്ന ഉടനെ അയാളോട് സംസാരിച്ച് നമുക്ക് പുറത്തിറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇന്നത്തെ രാത്രി കഴിയുന്നവരെ നമുക്കൊന്ന് ക്ഷമിച്ചൂടെ? നാത്തൂനെ, രാവിലെ മുതൽ അച്ഛനെയും അമ്മയൊന്നും ഇവിടെ കാണുന്നില്ല. അവരെവിടെ പോയതാ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ ആ പവിത്രയെ കണ്ടിട്ട് വന്നപ്പോ തൊട്ട് അമ്മയാണെങ്കി ആനന്ദ പരബ്രഹ്മത്തിലെത്തി നിൽക്കുക. ആ ആലോചന എങ്ങനെ മുടക്കണമെന്ന് എനിക്കറിയില്ല. നമ്മൾ പ്ലാൻ ചെയ്യുന്നതൊക്കെ മുടങ്ങി പോവാന്നല്ലാതെ വേറൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ഞാൻ നേരിട്ട് ആ പവിത്രയുടെ വീട്ടിൽ പോയി. എന്റെ ചേട്ടനെ ഞാനല്ലാതെ വേറെ ആരും തന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ലെന്ന് ഞാൻ പോയി വാൺ ചെയ്തിട്ട് വരാം. വാൺ ചെയ്യൂ നീ. അമ്മമ്മേ, അത് ആരെ വാണിംഗ് കൊടുക്കുന്ന് നീ പറഞ്ഞില്ലായിരുന്നു? അതാർക്കാണെന്നാ ഞാൻ ചോദിച്ചേ. അതൊന്നും ഇല്ല അമ്മമ്മേ, എന്തോ ഒരു തമാശയ്ക്ക് അമ്മയോട് വെറുതെ പറഞ്ഞതാ. അതായിരുന്നോ? ഞാൻ എന്തോ പെട്ടെന്ന് സീരിയസ് ആയിട്ടുള്ള എന്തോ ആണെന്ന് വിചാരിച്ചു. അല്ലമ്മേ, എന്തോ ഷോപ്പിംഗ് ചെയ്തു വന്നതാണെന്ന് തോന്നുന്നു. അതെ, ഈ അടുത്ത് ഉത്സവമൊന്നും ഇല്ലല്ലോ അമ്മേ. എന്ന് ആരാ പറഞ്ഞ വസന്തേ? ഈ കുടുംബത്തിലെ എല്ലാവരും കാത്തിരിക്കുന്ന വലിയ ഉത്സവം ശ്രീയുടെ കല്യാണം ഉണ്ടല്ലോ. അമ്മമ്മ ഞങ്ങളെ കൂട്ടാതെ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നോ? ഇത് നിങ്ങൾക്കല്ല മോളെ, പിന്നീട് ആർക്കാ വാങ്ങിയേ? പവിത്രയ്ക്ക്. നാളെയല്ല നിശ്ചയം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാ വരാൻ പോകുന്ന മരുമകൾക്ക് വസ്ത്രവും ആഭരണവും വാങ്ങിയത്. എന്തെങ്കിലും പറഞ്ഞാ നടക്കണോന്ന് കരുതി ശ്രീകരനോട് സംസാരിക്കാതെ എങ്ങനെയാ? അത് പറയേണ്ട ആവശ്യമില്ല. അത് സർപ്രൈസ് ആയിരിക്കട്ടെ. പെണ്ണിനെ കണ്ടില്ലെങ്കിലും താലി കെട്ടാൻ പറഞ്ഞ കെട്ടുന്നവനാ എന്റെ മകൻ. ഇതെന്താ അമ്മേ, അപ്പോഴേക്കും ഷോപ്പിംഗ് ഒക്കെ തുടങ്ങിയ പോലെ ഉണ്ടല്ലോ. ശ്രീകരന്റെ എൻഗേജ്മെന്റിനാണോ? അതെ, നമ്മുടെ ശ്രീക്കും ആ പെൺകുട്ടിക്കും എൻഗേജ്മെന്റ്. ഇവിടെയുള്ളവർക്ക് കരിഞ്ഞ ഉപ്പാവും, വരാൻ പോകുന്നവർക്ക് കോഴി ബിരിയാണി കൊടുക്കുന്ന പരിപാടി പോലെ ഉണ്ട്. നീ ഇപ്പൊ ഉദ്ദേശിച്ച കാര്യം എന്താന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പറ. ഇവിടെയുള്ളവരുടെ കാര്യം നോക്കാതെ പുറത്തുള്ളവർക്ക് പരിഗണന കൊടുക്കുന്നു, തലേ ചുമന്നുകൊണ്ട് നടക്കുന്നു. അപ്പോഴേക്ക് നിങ്ങൾ ഷോപ്പിംഗ് വരെ തുടങ്ങിയില്ലേ? പുറത്തുള്ളവരാരാ? ഇനിയും കല്യാണം നടന്നിട്ടില്ലല്ലോ അച്ഛാ. നാളെ അവരുടെ നിശ്ചയം കഴിഞ്ഞാ പിന്നെ പാതി കല്യാണം കഴിഞ്ഞ പോലെയല്ലേ?
അച്ഛാ, എന്താടാ? അത്യാവശ്യം പൈസയുള്ള കുടുംബമായിരുന്നെങ്കിൽ സൊസൈറ്റിയിൽ നമ്മുടെ വാല്യൂ ഇനിയും കൂടുമായിരുന്നില്ലേ? ഒന്ന് ആലോചിച്ചു നോക്ക്. നിങ്ങൾക്ക് എപ്പോ നോക്കിയാൽ ഈ പൈസ മാത്രമാണോ? വേറൊന്നും ആലോചിക്കാനില്ലേ? ആ പൈസ കിട്ടിയോണ്ടല്ലേ അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കാതെ ഞാൻ നിന്നെ കല്യാണം കഴിച്ചേ. ഇപ്പൊ അതെന്തിനാ പറയുന്നേ? നീ തുടങ്ങിയതാണോ ഞാൻ തുടങ്ങിയതാണോ? അല്ല, നിങ്ങളാ തുടങ്ങിയത്. എന്റെ പൊന്നു മക്കളെ, ഒന്ന് നിർത്താവോ? നടന്നു കഴിഞ്ഞ കല്യാണത്തിന് ഓർക്കസ്ട്ര എന്തിനാന്ന് പറ. നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ, ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ. ബഹുമാനപ്പെട്ട അച്ഛനോടും അമ്മയോടും വിനയപുരസര എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. എന്റെ മോളുടെ ജാതകം എന്റെ അമ്മയുടെ ജാതകം പോലെ ആയിരിക്കില്ല. എന്നിരുന്നാലും കാവ്യയുടെ ജാതകം എന്തായാലും ബ്രഹ്മാണ്ടയച്ചുവാ. കെട്ടുന്ന പുരുഷന് വലിയ ലാഭം ഉണ്ടാകാനുള്ള യോഗമുണ്ട്. ഒരു പ്രാവശ്യം ഒന്ന് ആലോചിച്ച് നോക്ക്. നേരത്തെ തീരുമാനിച്ച കാര്യങ്ങളിൽ ഇനി മാറ്റമൊന്നും ഉണ്ടാവില്ല. വസന്തേ, നമ്മൾ ചെയ്തത് വലിയ തെറ്റാ. വലിയ തെറ്റോ? ആരേടി വസന്തേ? അമ്മ ജനിച്ച അതേ മാസം, രാശി, വാരം എല്ലാം നോക്കി കാവ്യ ജനിക്കുന്ന പോലെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നുവെങ്കിൽ നന്നായിരുന്നു. ഇന്നേരം കൊണ്ട് ശ്രീകരന്റെ കല്യാണം നടന്നേനെ. ഈ സമയം കൊണ്ട് നമ്മൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആകുമായിരുന്നു. ഭാഗ്യജാതകം എന്ന് പറയുന്നത് അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല പൃഥ്വിരാജ്. അതിന് അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. എങ്ങനെയൊക്കെ നോക്കിയാലും നിങ്ങൾ ഓക്കെ പറഞ്ഞ പെൺകുട്ടിക്ക് അർഹതയില്ലെന്നാ തോന്നുന്നേ. കുടുംബത്തിന്റെ അന്തസ്സ് കാക്കേണ്ട പെൺകുട്ടിയെ വരുന്നത്, അതിനേക്കാൾ വലിയ അർഹത എന്താ വേണ്ടത്? ശ്രീകർ ചേട്ടൻ ഈ കല്യാണം വേണ്ടെന്ന് വല്ലതും പറഞ്ഞാലോ? അങ്ങനെ പറയില്ല. നിങ്ങൾ ഈ കാര്യം ശ്രീകറിനോട് ക്ലിയർ ആയിട്ട് പറഞ്ഞാലല്ലേ അറിയൂ. വേദ, ഇവരുടെ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ശ്രീകറിനോട് കാര്യങ്ങളെല്ലാം പറയണം. ഞാൻ ഫോൺ ചെയ്യാം, നിൽക്ക്. എന്തായിട്ടാ? ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അവന്റെ മൊബൈൽ എന്തോ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. ഇങ്ങ് നോക്ക്. നാളെ എന്തൊക്കെ സംഭവിച്ചാലും ശ്രീയുടെയും ആ പെൺകുട്ടിയുടെയും നിശ്ചയം ഉറപ്പായിട്ടും നടന്നിരിക്കും. ഗുഡ് മോർണിംഗ് സർ. സർ, എനിക്കെൻ്റെ ഫോണൊന്ന് വേണമായിരുന്നു സർ. എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിക്കാനാ. CI സാർ വരുന്നവരെ നോ ചാൻസ്. അദ്ദേഹം എപ്പോൾ വരും സർ? റൈറ്റ്. ഒരു നാൾ മുടിയും തമ്പി തമ്പി உனக்குள்ளிலிருக்கும் நம்பி நம்பி. குட் மார்னிங். தொங்கி வரும் நாட்டு இடுப்பு, இதயம் முடிக்கும் இதயம் முன்னில் கண்டேன். உன்னால் முடியும், உன்னால் முடியும் தம்பி தம்பி. எஸ்ஐ சார், இந்த பாட்டு பாடிதாரன்னு அறியுமோ? சார் தெரியும் சார். பாடினது SP பாலசுப்ரமணியன் சார். சூப்பர் சார், சூப்பர் சூப்பர். கொடுங்க சார். மறந்துட்டு சார். இந்தாங்க சார். என்ன விஷயம்? സർ, എൻ്റെ പേര് ശ്രീകർ. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഇവൾ ആവിനി. ഞങ്ങളൊരു കമ്പനി മീറ്റിങ്ങിന് വന്നതാ. ഇവൾ അറിയാതെ ഒരു പ്രോബ്ലത്തിൽ ചെന്ന് ചാടിയപ്പോൾ അത് കാരണം അവൾക്ക് പേടിയായതുകൊണ്ട് എൻ്റെ കൂടെ പോന്നതാ. SI സാറ് ഞങ്ങളെ തെറ്റിദ്ധരിച്ചിട്ട് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. SI സാറ് മൊത്തം சொல்லிட்டாரே. അപ്പൊ നീ ഒരു കഥ പറഞ്ഞ ഞാൻ വിശ്വസിക്കണം? நம்ம டிபார்ட்மெண்ட்ல எவிடன்ஸ் தான் முக்கியம். ஒரு காரியம்
എൻ്റെ ഫോൺ അവിടെ ഇരിക്കുന്നു സർ. സാർ സർ നടരാജ് യെസ് സർ. ഫോൺ ഫോൺ എടുത്തിട്ട് നിന്റെ ഫാമിലി മെമ്പേഴ്സിന് വരാൻ പറ, എന്നിട്ട് സംസാരിക്കാം. പോട്ടെ, നിന്റെ കുടുംബക്കാരൊന്ന് വിളിക്കുമ്പോളെ സംസാരിക്കാം. அதென்ன ஒரு சைலண்ட் ரியாக்ஷன்? ஏதாவது தப்பா இருக்கா? சரி, லாஸ்ட் அண்ட் ஃபைனல் ஒரு காரியம் ചെയ്, ഫോൺ ചെയ്ത് എന്നോട് സംസാരിക്കാൻ പറ. ഇവിടെ നടന്നത് മുഴുവൻ ഞാൻ പറഞ്ഞോളാം. ഇത് പാറമ്മ, யாரும் பயப்பட வேண்டாம், ധൈര്യമായിரு. ഞങ്ങളുടെ വീട്ടുകാർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല സർ. അവരറിയാൻ പാടില്ല. അതന്നെ 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 അതെന്താന്ന് വെച്ചാ പറയ് തമ്പി, എനിക്ക് ധാരാളം സമയമുണ്ട്. സർ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അവർ സിറ്റുവേഷൻ സർ. ഓ, ഇംഗ്ലീഷ് ആണോ? ഐ ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡ്. വാട്ട് യു മേക്ക് മൈ അണ്ടർസ്റ്റാൻഡ്? മൾട്ടി ലാംഗ്വേജ്. ആമാ സർ. നമ്മളും പേസും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താ? നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് അല്ലല്ലോ. ஆனா கொலீக்ஸ் கிடையாது, ரிலேட்டிவ்ஸ் கூட கிடையாது. அப்புறம் என்ன, കാതൽ ജോഡികളാ? ഓ, നിങ്ങൾക്ക് തമിഴ് അറിയില്ലല്ലോ. പ്രേമമാണോ? അയ്യോ അല്ല സർ, ഞങ്ങൾക്കിടയിലും അങ്ങനെയൊന്നുമില്ല. ഇനിയും നിങ്ങൾ സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ടി വിയിൽ കാണിച്ച് നിങ്ങളെ കുറിച്ച് മൊത്തം അറിയും. ഞാൻ അങ്ങനെ വേണേ ചെയ്യാം. ദേവി ഇത് അങ്ങനെയൊന്നും ചെയ്യരുത് സർ. ഞാൻ എന്നമ്മ പണ്ണ മുടിയോ? നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ കേസ് എങ്ങനെ ക്ലോസ് ചെയ്യും മോളെ? എങ്കില് കോർട്ടുക്ക് പോകലാമാ? കോർട്ട് വേണ്ട സർ. വേണ്ടല്ലേ? അപ്പൊ ഉണ്മയെ പറ. സത്യം പറഞ്ഞാൽ ശിക്ഷ വേണമെങ്കിൽ കുറച്ച് തരാം, ഇല്ലെങ്കിൽ കേസ് വലുതായിക്കൊണ്ടിരിക്കും. എന്നെ സാർ, എന്റെ മലയാളം മനസ്സിലായില്ല. സർ, ഞാൻ പറഞ്ഞത് സത്യം തന്നെ സർ. പോയി ജൂട്ട്, ലൈ, കള്ളം, അബദ്ധം, നിജം എന്നത് ഞാൻ പറയട്ടെ. നീ இந்த பொண்ணுன்னு என்ஜாய்மெண்ட்டுக்காக காசு கொடுத்து நாட்டு ഇനി മലയാളത്തിൽ പറ. വാ അടച്ചിട്ട്